ഹലോ ഹലോ നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം എന്ന് പറഞ്ഞാൽ ഇന്ന് മെയ് ദിനമായിരുന്നു. മെയ് ദിനമാണ്. എല്ലാ തൊഴിലാളി വർഗത്തിലും മെയ് ദിനാശംസകൾ. എല്ലാ വർഷവും പറയുന്നത് പോലെ തന്നെ, എപ്പോഴും പറയുന്നത് പോലെ തന്നെ നന്നായി വിയർക്കാൻ തയ്യാറുള്ള എല്ലാ മനുഷ്യർക്കൊപ്പവുമാണ്. ഒരു തൊഴിലാളി കുടുംബത്തിൽ നിന്നാണ്, ഒരു തൊഴിലാളിയാണ്. എല്ല് മുറിയെ പണിയെടുത്താലേ പല്ല് മുറിയെ തിന്നാൻ പറ്റുള്ളൂ എന്ന് കരുതുന്ന ഒരാളാണ്. തൊഴിലാളി വർഗത്തിൻ്റെ ആളാണ്. അങ്ങനെ തന്നെയാണ് വീഡിയോകൾ കഴിഞ്ഞ പ്രാവശ്യവും ചെയ്തേക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ വീഡിയോ ചെയ്തിരുന്നു. മെയ് ദിനാശംസകൾ പറയുമ്പോൾ നൈമിത്രയിലുണ്ടായിരുന്ന തൊഴിലെടുത്തുകൊണ്ടിരുന്ന എൻ്റെ ചേച്ചി, അല്ലെങ്കിൽ ഞാൻ, എൻ്റെ അമ്മ, അല്ലെങ്കിൽ എൻ്റെ മാമി, അപ്പോൾ നമ്മളെയൊക്കെ തന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ട്, കാക്കച്ചി, അപ്പോൾ അവരെയൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് തന്നെ ഒരു വീഡിയോ. അത് ഞങ്ങളുടെ മെയ്തിൽ, ഞങ്ങളെന്ന് പറഞ്ഞാൽ കഠിനമായി അധ്വാനം തന്നെ കൈമുതലായിട്ടുള്ള മനുഷ്യരാണ്. ആരോഗ്യം നമ്മളെ പല രീതിയിൽ, നമ്മുടെ ആരോഗ്യം, എൻ്റെ ആരോഗ്യം എടുക്കുകയാണെങ്കിൽ തന്നെ ആരോഗ്യം പല രീതിയിൽ ഇപ്പോൾ എനിക്ക് പറ്റാതെ വരുന്ന ചില സാഹചര്യങ്ങളുണ്ട്. എങ്കിലും ഞാനിങ്ങനെ പറ്റുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു സമയത്ത് പോലും എവിടെയെങ്കിലും കട്ടിലിൽ കയറി ഇങ്ങനെ കിടക്കണം എന്ന് ചിന്തിക്കാത്ത ഒരാളാണ് ഞാൻ. അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നെന്ന് പറയുമ്പോൾ തന്നെ അവരോട് ഞാൻ പറയുന്നത് അങ്ങനെ ചിന്തിക്കരുത് എന്നാണ്. ഇന്നൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു, ഒരു ഫുഡ് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ നടന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വൈകുന്നേരം ഇവ ചായ കുടിക്കാൻ ഇരുന്നപ്പോഴാണ് ഓർത്തത് ഒരു കൊച്ചു ടോക്ക് എടുത്തിടാം എന്ന് വിചാരിച്ചു. അപ്പോൾ വെറുതെ ഒന്ന് സംസാരിക്കുന്നത്, നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കുന്നില്ലാന്ന് വിചാരിച്ചു. അപ്പോൾ അധ്വാനിക്കുന്ന ഒരാളെന്ന നിലയിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ഞങ്ങൾ 2018 നൈമിത്ര എന്ന് പറയുന്ന ബ്രാൻഡ് ആരംഭിച്ചത്. ഒരുപാട് കഷ്ടപ്പാടുകളും ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒരുപാട് നമ്മൾ സ്ട്രഗിൾ ചെയ്ത് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. പിന്നെ കച്ചവടം എന്ന് പറയുന്നത് നമ്മൾ എത്തിപ്പെടേണ്ട മേഖലയിൽ എത്തിപ്പെടാതെ ഇപ്പോൾ നമ്മളൊരു സ്ട്രഗ്ലിങ് ഏരിയയിൽ തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു സ്വപ്നത്തിലോട്ട് കാലെടുത്ത് വെക്കാറായി നിൽക്കുമ്പോൾ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മാറി നമ്മളൊരു ലെവലിലോട്ട് പോകുമ്പോൾ മെയ് ദിനത്തിന് നിറയെ ജോലി ചെയ്യുന്ന എല്ലാവരും അവധിയാണ്, ആ ദിവസം അവധിയാണ്. ഈ മെയ് ദിനം വരുമ്പോൾ നിറയെ ജോലി ചെയ്യുന്ന മനുഷ്യന്മാർ നമ്മളോടൊപ്പം ഉണ്ട്, നമ്മൾ അവരോടൊപ്പം ജോലി ചെയ്യുകയാണ് എന്നൊക്കെ പറയാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഞാനെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഈ ദിവസത്തെ മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. നാളത്തെ ഒരു ദിവസത്തെക്കുറിച്ച്, നമ്മളെ ദിവസം ഇന്നും കൂടെ ഉള്ളൂ എന്നൊരു ചിന്തയിൽ മുന്നോട്ട് പോകണമെന്നാണ് ഇപ്പം ഞാൻ കരുതുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കും, നമ്മൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചെയ്തു വയ്ക്കും, പറയും, പക്ഷെ അതൊന്നും നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് പറ്റുന്നത് എന്താണോ, നമ്മളിപ്പോൾ ആയിരിക്കുന്നത് എന്താണോ അത് തന്നെ ആയിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ചെറിയ ഒരു കാര്യം പറയാം. അപ്പോൾ തൊഴിലാളി മുതലാളി എന്നൊരു ഒരു സങ്കല്പം തന്നെ എനിക്കിഷ്ടമല്ല. എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു മുതലാളിയാണെന്നും എൻ്റെ കൂടെ ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ജോലി ചെയ്ത് അവരുടെ തൊഴിലാളികളാണെന്നും ഞാൻ കണ്ടിട്ടില്ല. എനിക്കൊപ്പമാണ് അവരെ കണ്ടിട്ടുള്ളത്. നമ്മുടെ നൈമിത്രയിൽ ജോലി ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെയാണ് ഞാൻ കാണുന്നത്. ഞാനൊരു മുതലാളിയാണെന്നോ അവരൊന്നും കണ്ടിട്ടില്ല. എപ്പോഴും ഈ തൊഴിലാളികൾക്ക് നമ്മളെ അവരാണ് വളർത്തുന്നത്. തൊഴിലാളികൾ കാരണമാണ് മുതലാളിമാരുണ്ടാകുന്നത്. പക്ഷേ എപ്പോഴും ഇതിൽ സ്ട്രഗിൾ ചെയ്യുന്നത് മുതലാളിമാരായിരിക്കും. വൻകിട കച്ചവടക്കാരുടെ കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത്. ചെറിയ മനുഷ്യർ, നമ്മളിപ്പോൾ ചെറിയ മനുഷ്യന്മാരുടെ കാര്യമാണ് പറയുന്നത്. അതിൽ സ്ട്രഗിൾ ചെയ്യുന്നത് എപ്പോഴും മുതലാളിമാരായിരിക്കും, അവരുടെ ബുദ്ധിമുട്ടുകളായിരിക്കും. അപ്പോൾ മുതലാളിമാർക്കും മെയ് ദിനാശംസകൾ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ എപ്പോഴും ചെറിയ രീതിയിലുള്ള മനുഷ്യന്മാരോടൊപ്പമാണ്. ഞാൻ ചെറിയ മനുഷ്യത്തിയാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ അടുത്തൊരു ദിവസങ്ങളിൽ ഞാനിപ്പോൾ പത്രത്തിലും ന്യൂസിലും ഒക്കെ ശ്രദ്ധിച്ച ഒരു വാർത്തയുണ്ട്. ഒരു മനുഷ്യൻ, നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ, നമ്മൾ വാർത്തയിലൊക്കെ കാണുമായിരിക്കും, ചിലരെങ്കിലും കാണുമായിരിക്കും. മേയർ ഇങ്ങനെ യാത്ര ചെയ്ത് വരവേ ഒരു KSRTC ബസ് തടയുകയും, അല്ലെങ്കിൽ അദ്ദേഹം അതിലെ ഡ്രൈവർ കാണിച്ച മോശമായ ആംഗ്യം അല്ലെങ്കിൽ ശരീരഭാഷ അവർക്ക് ഇഷ്ടപ്പെടാതെ മേയറുടെ ഹസ്ബൻഡ് MLA ആണ്. അപ്പോൾ അവരുടെ പേരും കാണുകയും അവർ അത് മോശമായി അവർക്ക് തോന്നുകയും അവർ അത് ബസ്സിന് കുറുകെ കാർ കൊണ്ടിട്ട് തടഞ്ഞ് അവരിറങ്ങി ഷൗട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തു എന്ന വാർത്ത നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഡ്രൈവറുടെ ന്യായം പറയുന്നുണ്ട്, ഡ്രൈവറുടെ ഭാഗത്തുനിന്ന് ന്യായം പറയുന്നുണ്ട്. ഡ്രൈവറെ ഡ്രൈവർ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞിട്ട്
സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഇത് വാർത്തകൾ വരുന്നുണ്ട്. പിന്നെ അല്ലെങ്കിൽ മേയർ ചെയ്തത് തെറ്റാണ്, മേയറമ്മ അങ്ങനെയാണ്, മേയറിൻ്റെ ഗർവ് കാണിച്ചതാണ്, മേയർ ഹസ്ബൻഡും രണ്ടുപേർക്കും അധികാരമുണ്ടല്ലോ, അവരുടെ അധികാരം വെച്ചിട്ട് അവർ കാണിച്ചതാണെന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. എന്ത് തന്നെയായാലും യഥാർത്ഥ വിഷയം പിന്നെ അപ്പോൾ മേയർ കൊടുത്ത പരാതി സ്വീകരിക്കുകയും പിന്നെ ഡ്രൈവറെ എന്താണ് യദു എന്നാണ് പേര്, യദുവിനെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുകയും യദു കൊടുത്ത പരാതി സ്വീകരിക്കാതിരിക്കുകയും ചെയ്തു എന്നൊക്കെ വാർത്തയിൽ കണ്ടു. ഇന്ന് ഞാനൊരു വാർത്ത കണ്ടതെന്ന് പറഞ്ഞാൽ ഗതാഗത മന്ത്രി അനുഭാവപൂർവ്വം എന്ന് വെച്ചാൽ എന്താണ് സത്യമെന്ന് അറിഞ്ഞിട്ടേ യദുവിനെതിരെ നടപടി എടുക്കൂ എന്നും ആക്ഷൻ എടുക്കണമെന്ന് മേയർ പറയുകയും ഗതാഗത മന്ത്രി വെയിറ്റ് ചെയ്യുകയാണെന്നൊക്കെ വാർത്തയാണ് കണ്ടത്. അപ്പോൾ അതൊരു തൊഴിലാളിയാണ്. അപ്പോൾ പുള്ളിക്കാരൻ രാവിലെ പിന്നെ ഇവിടെ നിന്നിട്ട് 715 രൂപയ്ക്ക് എങ്ങാണ്ടാണ് ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞു. തൃശ്ശൂരേക്ക് തമ്പാനൂർ നിന്ന് പോവുകയും വൈകുന്നേരമാണെന്ന് തോന്നുന്നു തമ്പാനൂർ പോവുകയും പിറ്റേന്ന് രാവിലെ 3 മണിക്കൂർ ഉറങ്ങിയ ശേഷം ഉച്ചയ്ക്ക് 12 മണിക്ക് അവിടെ നിന്ന് തിരിക്കുകയും രാത്രി ഗതാഗത തടസ്സം മൂലം ഒരുപാട് പിന്നെ എന്താണ് വണ്ടിയുടെ ഒരു റഷ് കാരണം അവിടെ തമ്പാനൂരെത്താൻ വൈകുകയും അങ്ങനെ എന്തൊക്കെയോ ഇഷ്യൂസ് അങ്ങനെയൊക്കെ ഉണ്ടാവുകയൊക്കെയാണ് ചെയ്തതാണ് ഇതായത്. അധികാരം കയ്യിലിരിക്കുന്നവരാണ്. മേയറിന് അധികാരമുണ്ട്, മേയർക്ക് അധികാരമുണ്ട്, മേയർക്കത് പറയാനുള്ള പിന്നെ പവറുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ അത് ഇല്ലാത്തത് കൊണ്ട് ഇനി രാഷ്ട്രീയമായിട്ടുള്ള കളികൾ ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ടായിരിക്കും കേട്ടോ. അതിൽ രാഷ്ട്രീയമായിട്ടുള്ള കളികളുണ്ട്, നല്ല കളികളുണ്ട്. അപ്പോൾ എനിക്ക് പറയാം, ഒരു തൊഴിലാളി എന്ന നിലയിൽ എനിക്ക് ഏത് പറഞ്ഞ ചില വാക്കുകൾ എൻ്റെ മനസ്സിലിങ്ങനെ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. അതിനി ഏത് രാഷ്ട്രീയമാണെന്ന് ആര് പറഞ്ഞാലും എനിക്ക് ഒരു വിഷമവുമില്ല. ഇത് പറഞ്ഞെന്ന് പറഞ്ഞാൽ 1000 രൂപ പോലും കൂലിയില്ല ആൾക്കാരാണ്. 1000 രൂപ പോലും ഈ ഇങ്ങനെ നിരന്തരം വണ്ടി ഓടിച്ച് തൃശ്ശൂർ വരെയൊക്കെ പോകുന്നത് എന്തുമാത്രം പോകണം അല്ലേ? തമ്പാനൂരിൽ നിന്ന് എടുത്ത് തൃശ്ശൂർ പോകണം, തൃശ്ശൂരിൽ നിന്ന് എടുത്ത് തമ്പാനൂർ വരണം, 715 രൂപ ആണ് ശമ്പളം. അപ്പോൾ അങ്ങനെ ജോലി എടുക്കുന്ന ഒരാളാണ്, അതിന് പവറില്ല. എന്തെങ്കിലും ഇപ്പം നമ്മളൊക്കെ തന്നെ ഒരു വണ്ടിയിൽ പോയാലേ, നമ്മളൊക്കെ ഒരു വണ്ടിയിൽ പോകുമ്പോൾ ഏതെങ്കിലുമൊക്കെ കാരണത്താൽ ചിലപ്പോൾ മുന്നേ പോകുന്ന വണ്ടി അല്ലെങ്കിൽ ബാക്കിൽ വരുന്ന വണ്ടികൾ ഏതെങ്കിലുമൊക്കെ കാരണത്താൽ ഒന്ന് സൈഡ് കൊടുക്കാതെ വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും തട്ടുകയോ അല്ലെങ്കിൽ ചെറിയൊരു തട്ടുകയോ ഏതെങ്കിലും തരത്തിൽ തടസ്സം അവർക്ക് തോന്നിയാൽ, ശരീരഭാഷ കൊണ്ട് തന്നെ നമ്മുടെ ഭാഗത്തുനിന്ന് തോന്നിയാൽ അവർ ചീത്ത വിളിക്കാറുണ്ടല്ലോ. ഞാനൊക്കെ യാത്ര ചെയ്യുമ്പോൾ മുന്നേക്ക് പണ്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ അപ്പോൾ ഇതിലേ പോകുന്ന വണ്ടിക്കാർ എൻ്റെ അടുത്തിരിക്കുന്ന ഡ്രൈവർമാർ അവരെ വഴക്ക് പറയുന്നത് കേൾക്കാം, അവർ തിരിച്ചും പറയുന്നത് കേൾക്കാം, അങ്ങനെയൊക്കെ പറയും. അപ്പം ഡ്രൈവർ അപ്പോൾ വരുന്ന വണ്ടി ഇനി മേയറുടേതാണോ അല്ലെങ്കിൽ പിന്നെ കളക്ടറുടേതാണോ അല്ലെങ്കിൽ അധികാരമുള്ള ആരുടെയെങ്കിലുമൊക്കെ ആണോ, മുഖ്യമന്ത്രി അങ്ങനെയുള്ളവരൊക്കെ പോകുമ്പോൾ അറിയാമായിരിക്കും. എനിക്ക് തോന്നുന്നു അവർ അങ്ങനത്തെ ഒരു കാറിലല്ല പോയെന്ന് തോന്നുന്നു, അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല. അപ്പോൾ കൂടുതൽ അറിയാം, അതിനെക്കുറിച്ച് കൂടുതൽ ചെയ്യുന്നില്ല. കാരണം ഞാൻ ഈ പറഞ്ഞ ഈ ആളുടെ ശരീരഭാഷ മോശമായിരുന്നു എന്ന് പറഞ്ഞതിനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞായിരിക്കാം ചിലപ്പോൾ. പക്ഷേ യാത്രക്കാരെല്ലാം, ആ വണ്ടിയുടെ യാത്രക്കാരെല്ലാം യദുവിന് അനുകൂലമായിട്ടാണ് മൊഴി കൊടുത്തതെന്നാണ് പറയുന്നത്. മേയറും ഹസ്ബൻഡും MLAയും കൂടെ ഷൗട്ട് ചെയ്യുകയാണ് ചെയ്തതെന്നും ഇവരെ എല്ലാവരെയും ഇറക്കിയെന്നും ഒക്കെയാണ് പറയുന്നത്. പോലീസ് വരികയും അങ്ങനെയാണല്ലോ ഇടപെടുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ ഒരു തൊഴിലാളി എന്ന നിലയിൽ യദു ഇന്ന് നിന്ന് കരയുന്നത് കാണുമ്പോൾ ഇതിൻ്റെ ഭാഗത്തൊരു രാഷ്ട്രീയമുണ്ട്. ഏതോ ഒരു രാഷ്ട്രീയത്തിൽ നിന്നിട്ട് ഒരു മേയർക്കെതിരെ ഒരു വലിയ എന്താണ് ഇതൊരു കോൺട്രവേഴ്സി, ഇതൊരു വലിയൊരു പിന്നെ ഇഷ്യൂ ആക്കി എടുക്കാനായിട്ടാണ് പുള്ളിക്കാരൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ആ വഴിക്ക് പോയിക്കോട്ടെ. ഞാനൊരു സാധാരണ വ്യക്തി എന്ന നിലയിൽ പറയുകയാണ്, പിന്നെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ ഒക്കെ സാധാരണ സംസാരിക്കുന്ന ശരീരഭാഷയായാലും സാധാരണ സംസാരിക്കുന്ന ആംഗ്യമോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒക്കെ ആകുമ്പോൾ അധികാരമുള്ളവർ കാണുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. പരസ്പരം നിരന്തരം ഡെയിലി ഡ്രൈവർമാർ തമ്മിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും വഴക്കും എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അധികാരമുള്ളവർക്ക് നേരെ വരുമ്പോഴേ ഏതെങ്കിലും തരത്തിൽ വരുമ്പോഴാണ് അവർ ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടെന്നൊക്കെ അറിയുന്നത്. ഞാൻ യഥാർത്ഥത്തിൽ പിന്നെ നമുക്കറിയില്ല, വിഷയം അറിയാം, പക്ഷേ അതിൻ്റെ സത്യാവസ്ഥകളെല്ലാം പുറത്തു വരട്ടെ. ആർക്കെതിരെയും നമ്മളൊന്നും പറയരുത് എന്നാണ് ഞാൻ പഠിച്ചു വെച്ചേക്കുന്നത്. അതുപോലെയാണ് ചെറിയൊരു ശരീരഭാഷ ഇപ്പോൾ കാണുന്നവർക്കറിയാം. ബിഗ് ബോസിലെ സിബിൻ ചെറിയൊരു ഒരു ഭയങ്കര ഫ്രസ്ട്രേഷനായിട്ടാണ് പുള്ളിക്കാരൻ അങ്ങനെ കാണിച്ചപ്പോഴത്തേക്കാണ് ഔട്ടായതും പ്രശ്നങ്ങളും ഒക്കെ ഇങ്ങനെ വന്നതും ഒക്കെ. അപ്പോൾ അതേപോലെ നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മുടെ ശരീരഭാഷ മോശമാവുന്നു, നമ്മളെ ദേഷ്യപ്പെടുന്നു, അങ്ങനെയൊക്കെ ആയിരിക്കും, വന്നേക്കാം. പരസ്പരം ക്ഷമിക്കാൻ പറ്റട്ടെ. അപ്പോൾ മെയ്ദിനം എന്ന് പറയുന്നത് അധികാരമുള്ളവരും തൊഴിലാളികളും മുതലാളിമാരും തമ്മിലുള്ള ഒരു രാജാവും പ്രജകളും തമ്മിലുള്ള ഒരു ഇതാവാതെ അധികാരമുള്ളവരുടെ കയ്യിൽ തൊഴിലാളികളെ ഇല്ലാതാക്കി കളയാനുള്ള ഒരു ഇത് അവർക്കുണ്ടാവാതെ എല്ലാവരും സമന്മാരായി ജീവിക്കുന്ന ഒരു കാലം ഉണ്ടാവട്ടെ. നമുക്ക് മുകളിൽ ഒരു പിന്നെ പവറുള്ള ഒരാൾ വേണം, പക്ഷേ അത് നമ്മുടെ തലയിൽ കയറിയിരുന്ന് നമ്മളെ തലയിൽ തേങ്ങയടിക്കാനുള്ളതാവാതെ പരസ്പര ബഹുമാനം തൊഴിലാളിയോടും മുതലാളിക്ക് ഉണ്ടാവണം,
അങ്ങനെ ഒരു ബഹുമാനത്തോടു കൂടി സ്നേഹത്തോടു കൂടി നിൽക്കാൻ പറ്റണം. ഞാനൊക്കെ സ്നേഹം കൊടുക്കുന്നതിന് കൂടുതലാണ് എന്ന് എൻ്റെ അടുത്ത് പലരും പറയാറുണ്ട്. സ്നേഹം കൊടുത്തതുകൊണ്ട് തന്നെ ആ സ്നേഹം അതേപടി എന്താണ് അവർക്കത് മനസ്സിലാവാതെ പോയവരുമുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ തൊഴിലാളി ദിനത്തിൽ പവറില്ലാത്ത ഒരാളാണ് ഞാൻ. എനിക്ക് ഒരു പവറും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ ഒരു ദിവസം ഈ ഒരു നിമിഷം മാത്രമേ എനിക്കുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അടുത്ത നിമിഷം എന്താണെന്ന് എനിക്ക് അറിയാത്ത ഏറ്റവും നിസ്സഹായമായ ഒരാളാണ്. അപ്പോൾ എൻ്റെ അറിവുകേടുകളോ എൻ്റെ ഇല്ലായ്മയും എന്നിൽ വരുന്ന എല്ലാ പോരായ്മകളും മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ ഞാനൊരു പെർഫെക്റ്റായ മുതലാളിയൊന്നുമല്ല. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ നമ്മൾ കഠിനാധ്വാനം ചെയ്തിട്ട് വീൽ ചെയറിൽ ഇരുന്നിട്ട് തന്നെ ഞാൻ നന്നായിട്ട് ജോലി എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. നന്നായിട്ട് ജോലി എടുത്തുകൊണ്ട് തന്നെയാണ് ഇത്രയും നാളും നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ തൊഴിലാളികളും മുതലാളികളും ഇല്ല, ഇവിടെ മനുഷ്യന്മാരേ ഉള്ളൂ. എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന നല്ല ഒരു ലോകം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. ചായ തണുത്ത് പോയി, സംസാരിച്ചുകൊണ്ടിരുന്നു, വീഡിയോയും കൂടി പോയി. അപ്പോൾ വീഡിയോ എന്തായാലും ഞാനിവിടെ നിർത്തുന്നു. എല്ലാവർക്കും മെയ്ദിനാശംസകൾ. ഇത് ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യും. എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്തില്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും കാണുക. കൊച്ചു കൊച്ചു അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. അഭിപ്രായങ്ങൾ മേയർ ചെയ്തതാണോ തെറ്റ്, അല്ലെങ്കിൽ യദുവിൻ്റെ ഭാഗത്താണോ തെറ്റ് എന്നെല്ലാം കമൻ്റായിട്ട് എഴുതുക. സത്യം പറഞ്ഞാൽ നമുക്ക് അറിയാത്ത കാര്യത്തെ പറ്റി പറഞ്ഞ് ഇഷ്യൂ ഉണ്ടാക്കാൻ ഞാൻ എടുക്കുകയല്ല. യഥാർത്ഥ വിവരങ്ങൾ എല്ലാവരും സത്യം പുറത്തു വരട്ടെ. യഥാർത്ഥ വിവരങ്ങൾ എല്ലാവരും പറ്റുന്നവരൊക്കെ കമൻ്റായിട്ട് ഇടുക. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം, ഒത്തിരി ഇഷ്ടം. തീരെ